TMCയുടെ MP കൂടിയായ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ്റെ ഭൂമി കയ്യേറ്റത്തിനെതിരെ ഇപ്പം ചില വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. യൂസഫ് പത്താൻ വലിയ നേതാവാണല്ലേ? അതെ, വലിയ ക്രിക്കറ്റ് കളിക്കാരനാണോ? അല്ലേ, അത്യാവശ്യം വലിയ ക്രിക്കറ്റ് കളിക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തും സാധിക്കാവുന്ന കാറ്റഗറി പെട്ട ചില ആളുകളുണ്ട്. ഒന്ന് സിനിമാക്കാരാവുക. സിനിമക്കാർ വിചാരിച്ചാൽ എന്തും നടക്കും അല്ലേ? അതെ. ഒരു ടെലിഫോൺ വിളിച്ചൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ പോലീസുകാരനെ എണീറ്റ് എന്ത് ചെയ്യും? എവിടെ പോയി ശുപാർശ നടത്തിയാലും നടക്കും, സർക്കാർ ചെയ്യും. അതുപോലെയാണ് ക്രിക്കറ്റ് കളിക്കാർ. എനിക്കൊന്ന് ചിലപ്പം സിനിമാക്കാരെക്കാളും വലിയ സ്റ്റാർ വാല്യൂ ഉള്ളവരാണ് ചില ക്രിക്കറ്റ് കളിക്കാർ. ഭയങ്കര വരുമാനമല്ലേ? അപ്പം ഇതിൻ്റെ കൂടെ അവർ മുസ്ലിമും കൂടെ ആണെങ്കിൽ എൻ്റെ പൊന്നോ പറയണ്ട, അവർ വിചാരിച്ചാൽ എന്തും ഈ ഭൂമുഖത്ത് നടക്കും. തടസ്സങ്ങളല്ല ഒഴിവാകും. അവർ വിചാരിച്ചാൽ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു ഈച്ച പോലും പറക്കില്ല. ഇതാണ് യൂസുഫ് പട്ടാൻ്റെ കഥ പറയുന്നത്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യൂസുഫ് പട്ടാൻ കൈവശം വെച്ചിരിക്കുന്ന അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഉടൻ പിടിച്ചെടുക്കണം, അങ്ങോട്ട് ബുൾഡോസർ വിടാം. അപ്പോൾ യൂസഫ് പട്ടാൻ വേണമെങ്കിൽ പറയാം, ഞാൻ തൃണമൂൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനിപ്പോൾ ഗുജറാത്ത് സർക്കാർ നടപടി എടുക്കുന്നതൊക്കെ പറയാം. അല്ലെങ്കിൽ സർക്കാർ കോടതി സംഘിക്കോടതിയാണെന്ന് പറയാം. ഗുജറാത്തിലെ കോടതി സംഘിക്കോടതി, UPയിലെ കോടതി സംഘിക്കോടതി എന്നൊക്കെ ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും സംഭവിക്കുന്നതാണ്, 978 സ്ക്വയർ മീറ്റർ സ്ഥലം, 978 സ്ക്വയർ മീറ്റർ സ്ഥലം യൂസഫ് പട്ടാൻ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷനിൽ പെട്ട സ്ഥലം കൈവശം വെച്ചിട്ടുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് യൂസഫ് പട്ടാൻ ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. യൂസഫ് പട്ടാൻ എന്ത് ചെയ്തു? ആ സ്ഥലം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ പറഞ്ഞു. വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അപ്പോൾ എന്തു പറ്റി? നേരത്തെ പറഞ്ഞ പോലെ യൂസഫ് പട്ടാൻ ക്രിക്കറ്റ് കളിക്കാരനാണ്, സർവോപരി മുസ്ലിം കൂടിയാണ്. അപ്പോൾ പിന്നെ ഒരു അപേക്ഷ കിട്ടിയാൽ ഉടൻ അനുവദിച്ചല്ലേ പറ്റൂ. പെട്ടെന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് പിന്നെ എണീറ്റ് നിന്ന് അനുവദിക്കണം. അങ്ങനെ സ്ക്വയർ മീറ്ററിന് 57,270 രൂപ വാല്യൂ തീരുമാനിച്ചു. ഒരു മീറ്ററിന് ഇപ്പോൾ വലിയ സിറ്റികളിൽ, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ സ്ഥലങ്ങളുള്ള സിറ്റികളിലൊക്കെ സ്ഥലം വാങ്ങുന്നത് ഇത്ര സെൻറ്റെന്ന് പറഞ്ഞിട്ടില്ല, മീറ്റർ കണക്കിനാണ്. അപ്പോൾ ചതുരശ്ര മീറ്ററിന് 57,270 രൂപ വാല്യൂ തീരുമാനിച്ചു. എന്നിട്ട് അത് പട്ടാൻ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സർക്കാരും ഏതാണ്ട് അനുകൂലമായിരുന്നു. അങ്ങനെ ഈ സ്ഥലം ഓൾറെഡി പട്ടാൻ്റെ കയ്യിലാണ്. സ്ഥലം കൊണ്ട് കൈയേറി പുള്ളി എന്തിനാണെന്നറിയോ? കുതിരലായം ഉണ്ടാക്കാൻ. അദ്ദേഹത്തിന് കുതിരകളൊക്കെ ഉണ്ട്, അറബി കുതിരകളൊക്കെ ഉണ്ട്. ആൾ നിസാരക്കാരനൊന്നുമല്ല, കുതിരപ്പുറത്തൊക്കെ നടക്കണം. അപ്പോൾ വീട്ടിലൊരു കുതിര ഉണ്ടാവും, ഒരു ആന ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞൊരു ഗമയാണല്ലോ. ക്രിക്കറ്റ് കളിച്ച് ഈ വായും പൊളിച്ച് മണ്ടന്മാർ ഈ കളി കാണാൻ വായും പൊളിച്ച് നോക്കിയിരിക്കും. എൻ്റെ ക്രിക്കറ്റ് കളിക്കുന്നവർ എന്നെ തല്ലരുത് കേട്ടോ, ഞാൻ പറയുകയാണ്. കാരണം അതിനകത്തൊരു വ്യത്യസ്തമായ അഭിപ്രായം എനിക്കുണ്ട്. ഈ ഞാൻ ക്രിക്കറ്റ് പ്രേമികളായ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. എന്നാൽ എൻ്റെ ഉദ്ദേശശുദ്ധി ഓർത്ത് മാപ്പ് തരണം. പഴയ ഈ ബ്രിട്ടൻ്റെ കോളനി രാജ്യങ്ങളിൽ മാത്രമേ ക്രിക്കറ്റ് ഉള്ളൂ. അതെ അല്ലേ? ബ്രിട്ടൻ എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ക്രിക്കറ്റ് ഉണ്ട്. റഷ്യയിൽ ക്രിക്കറ്റ് ഇല്ല, അമേരിക്കയിൽ ക്രിക്കറ്റ് ഇല്ല, ചൈനയിൽ ക്രിക്കറ്റ് ഇല്ല. ഉണ്ടോ? ഫ്രാൻസിലില്ല, ജർമ്മനിയിലില്ല, ഇറ്റലിയിലില്ല. കാരണം അതൊന്നും ബ്രിട്ടൻ്റെ കോളനികളായിരുന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന ഇപ്പോൾ കോമൺവെൽത്ത് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു മാറാപ്പ് പേരുന്ന സാധനമാണല്ലോ കോമൺവെൽത്ത്. എന്തിനാണാവോ ഇപ്പോഴും ആ കോമൺവെൽത്ത് എന്ന സാധനം ഉണ്ടാക്കി അതിനകത്ത് ബ്രിട്ടൻ്റെ കോളനി ആയ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. ആ കോമൺവെൽത്ത് രാജ്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. പണ്ട് കേട്ടിട്ടുണ്ട് ഈ തമിഴ്നാട്ടിൽ, ഇപ്പോൾ ഉണ്ടോ എന്നറിയത്തില്ല, ഞാൻ പണ്ട് കേട്ടിട്ടുള്ള കേട്ടോ, തമിഴ്നാട്ടിൽ ഈ കല്യാണത്തിന് ഒരു സ്ത്രീവിരുദ്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ സ്ത്രീവിരുദ്ധത പറഞ്ഞതും ക്രിക്കറ്റിൻ്റെ കൂടെ സ്ത്രീവിരുദ്ധത പറഞ്ഞു എന്നും പറഞ്ഞ് എന്നെ തല്ലരുത്. അതായത് തമിഴ്നാട്ടിൽ ഈ വിവാഹങ്ങൾക്ക് വിധവകളായ സ്ത്രീകളെ വിളിക്കത്തില്ല. കാരണം പറയുന്നത് അങ്ങനെ വിളിച്ചാൽ ഇവർ വന്നിട്ട് ചിലർ ചെയ്യുന്ന കാര്യമാണ്. തമിഴ്നാട്ടിൽ ഇങ്ങനെ നമ്മളെ പല ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ അണ്ണാക്കിലേക്ക് നെല്ലിൻ്റെ തരിയിട്ട് കൊല്ലുന്ന രീതി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ തലയിക്കൂത്തെന്ന് പറയുന്ന ഒരു ആളുകളെ, ഒരു പ്രായം കഴിഞ്ഞ ആളുകളെ കൊല്ലുന്ന രീതിയാണ്. അതൊരു ആചാരം പോലെ നടക്കുകയാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ, തലയെക്കുത്ത്, അതും നെല്ലിട്ട് ഈ ശ്വാസകോശത്തിലേക്ക് നെല്ലിട്ട് കൊടുത്ത് കൊല്ലുക എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമോ അനാചാരവുമാണ്. ഇവരെ വിളിച്ചാൽ ഇവരെന്ത് ചെയ്യുന്നു? ഇയാൾക്ക് പേടിയാണ്. ഇവരുടനെ ഈ വധുവാവുന്ന പെൺകുട്ടിയുടെ തലയെ കൈവച്ചിട്ട് എന്നെപ്പോലെ നീയും വാ എന്ന് അനുവദിക്കുന്നു. അതുകൊണ്ട് പ്രായം ചെന്ന വിധവകളായ സ്ത്രീകളെ വിവാഹത്തിന് വിളിക്കത്തില്ല എന്ന് പറയുന്ന
ഒരു സംഗതി തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടാവാം. പക്ഷേ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളാണ്. ഇപ്പോൾ വിധവകളായ സ്ത്രീകൾക്ക് ജീവിതകാലം മുഴുവൻ വിധവയായി കഴിയേണ്ട കാര്യമൊന്നുമില്ല. അവർ പുതിയ ജോലിയുണ്ട്, അവർക്ക് സ്വയം വരുമാനമാർഗ്ഗം ഉണ്ടാവുന്നുണ്ട്, അവർ വേറെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി, സുരേഷ് കുമാർ. അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ചെറുപ്പത്തിലെ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട, മരിച്ചതും ഉപേക്ഷിക്കപ്പെട്ടതുമായ സ്ത്രീകളുണ്ട്. അവർക്ക് പിന്നെ ഒരു ജീവിതമില്ല, എന്ത് വരുമാന മാർഗ്ഗമൊന്നും അറിയില്ല. അതുകൊണ്ട് അവരുടെ രണ്ടാം വിവാഹം നടത്തുക, മിനിമം ഒരു 1000 പേർക്കെങ്കിലും. അങ്ങനെ പല കാരണങ്ങളാൽ ഭർത്താവില്ലാതായ സ്ത്രീകൾക്ക് പുനർവിവാഹം നടത്തുന്ന ഒരു പ്രൊജക്റ്റ്, അതേക്കുറിച്ച് എന്നോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരുപാട് വിഷനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അത് നടക്കുമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ അദ്ദേഹം 10-30 വർഷത്തോളമായിട്ട് US താമസിക്കുന്ന വലിയ സംരംഭങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അത് യാഥാർത്ഥ്യമായിട്ട് വരുമായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് പറയാം. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞത്, ക്രിക്കറ്റ് കളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കളി മറ്റ് വിനോദം, ഇപ്പോൾ ഫുട്ബോൾ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം മിച്ചമുള്ള സമയത്ത് പോയി കാണുന്നതാണ്. പക്ഷേ ക്രിക്കറ്റ് അങ്ങനെയല്ല, എല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് അതേന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കാണുന്ന കളിയാണ്. അപ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ആണോ പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രൊഡക്റ്റീവ് അല്ല. കാരണം ഒരു സീരീസ് നമ്മുടെ നാട്ടിൽ നടന്ന സ്കൂളുകളിൽ കുട്ടികളുണ്ടാവത്തില്ല, ജോലിക്കാൾ വരത്തില്ല, രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയാണ്. എന്നാൽ ഈ കളിയിലൂടെ ലാഭം ഉണ്ടാക്കുന്നവരാണ് ഇതിൻ്റെ സംഘാടകർ, അല്ലേ? പരസ്യ വരുമാനം, കളിക്കാർക്ക് കോടികൾ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ വായും പൊളിച്ച് നോക്കിയിരുന്ന് ഈ കളി കാണുന്നത് കൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല, നമുക്കൊരു ത്രില്ലുണ്ടാവുമായിരിക്കും. രാജ്യത്തിന് എത്ര തൊഴിൽ ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു, അല്ലേ? ലാഭം ഉണ്ടാക്കുന്നത് കളിക്കാരും സംഘാടകരുമാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ വെറുതെ വിടണം. ഇതെൻ്റെ സ്വകാര്യമായ അഭിപ്രായം. സിനുവിന് പോലും അഭിപ്രായം, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഒരു കാലത്ത് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ചത് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒറ്റ ഗെയിമായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ നെഞ്ചേറ്റുന്നുണ്ട്. അയാൾ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഇന്ത്യക്കാർ മുഴുവൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നുണ്ട്. പക്ഷെ കാലം ഇന്ത്യക്ക് തനതായിട്ട് ഒരു കളി ഉണ്ടായിരുന്നു. ഇന്ത്യ ആയിരുന്നു രാജാവ്. ഇന്ത്യയിൽ ഹോക്കി എവിടെ പോയി? അല്ല എവിടെ പോയി? അതിന്റെ കാര്യമാണ്, അതിന്റെ മുകളിലേക്ക് ക്രിക്കറ്റ് വളരുകയാണ് ചെയ്തത്. എക്സാക്ട്ലി. അപ്പോൾ ലോകത്തിലെ കളികളുടെ രാജാവ് എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അതെ, നമ്മുടെ ഫുട്ബോളിൽ നമ്മൾ അവിടെ നിൽക്കുന്നു. നമ്മൾ ഒരുപാട് 100-100 മേളിൽ നമ്മൾ അവിടെ നിൽക്കുന്നു. ഇന്ത്യയുടെ സ്വന്തമായിരുന്ന ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ചാമ്പ്യനല്ല. എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സാധനം വൈദേശികമായിട്ട് വന്ന ഒരു സാധനത്തെ നമ്മൾ അതിനെ മാത്രം ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് ഹോക്കി നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? അതൊരു കാലത്തായിരുന്നു. നമ്മൾ ടെക്നോളജി മാറിയ അനുസരിച്ച് ഈ ക്രിക്കറ്റിനോടുള്ള ആവേശം, ക്രിക്കറ്റിനും പടിയുണ്ട്, ഹോക്കിക്കും പടിയുണ്ട്. ടെക്നോളജിയുടെ ആറ്റിറ്റ്യൂഡ്, അത് മീഡിയ പ്രൊപ്പഗൻഡയാണ്. ഇതിനകത്ത് മാധ്യമ താല്പര്യമുണ്ട്, ഈ പരസ്യ കമ്പനികളുടെ താല്പര്യമുണ്ട്. അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ജൈവികമായ ഒരു പ്രക്രിയയല്ല, അസ്വാഭാവികമായി ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് ക്രിക്കറ്റിന്റെ ഈ ഹൈപ്പ് എന്ന് പറയുന്നത്. അത് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് അറിയോ? ഞാൻ പറയട്ടെ, ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ എത്ര പേരാ ടീമിന്റെ ഈ ടീം ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്. ക്രിക്കറ്റിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഫുട്ബോൾ ടീമിൽ കളിക്കുന്നുണ്ട്. 2 ടീം കളിക്കുമ്പോൾ എത്ര പേരാ എനിക്കറിയത്തില്ല, 22. അങ്ങനെ 22 പേര് കളിക്കുന്ന ഒരു ഫുട്ബോൾ തരംഗം നമ്മുടെ രാജ്യത്തുണ്ടായാൽ എന്താണെന്നറിയോ? നാട് മുഴുവൻ ഫുട്ബോൾ കളിക്കും. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ നല്ല ആരോഗ്യമുള്ളവരായിട്ട് മാറും. അതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ ഇരുന്ന് ഗീത വായിക്കുന്നവരെയല്ല, പന്ത് കളിക്കുന്നവരെയാണ് രാജ്യത്തിന് ആവശ്യം. ഒരു പെരക്കകത്ത് കളിക്കുന്ന ഗീതയും വായിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഗുണവും ഉണ്ടാവത്തില്ല. എന്നാൽ പന്ത് കളിക്കുന്നവരായാലോ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ, വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിലുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ വിഷയമല്ല, നമുക്ക് ദിവസം തന്നെ അടുത്തേക്ക് വരാം. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാർക്ക് അങ്ങനെ അവർ എലിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേച്ചർ, ഒരു പൊസിഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇയാൾക്ക് 57,270 രൂപ വെച്ച് ഇത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ഇതിനിടയ്ക്കൊരു സംഭവം നടന്നു. ഗുജറാത്തിൽ സർക്കാർ എന്തെന്നറിയോ? 2014 വന്ന സർക്കാർ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷന് ഈ ഇടപാടങ്ങൾ റദ്ദാക്കി, കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് വേണ്ട, 57,270 രൂപയല്ല അവിടെ വസ്തുവിന് വിലയുള്ളത്. യൂസഫ് പത്താൻ ഒരു അപേക്ഷ കൊടുത്തു, ലേലവും ഇല്ലാതെ ഒരു വില നിശ്ചയിച്ചിട്ട് പത്താൻ അതെടുത്തോ. എത്രയാണ്? 978 സ്ക്വയർ മീറ്റർ സ്ഥലം. അങ്ങനെ കൊടുക്കണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. പത്താൻ എന്ത് പറഞ്ഞു? പത്താൻ പറഞ്ഞു, ഇത് എന്നോടുള്ള അനീതിയാണ്, എൻ്റെ അവകാശം നിഷേധിക്കലാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ സ്ഥലമേ കയ്യേറിയിട്ട് എൻ്റെ അവകാശമാണ്. പുള്ളി അങ്ങനെയാണല്ലോ. കാരണം പുള്ളി ആരാണ്?
ക്രിക്കറ്റ് കളിക്കാരനാണ്, സർവോപരി അതുമാണ്. അതുകൊണ്ട് എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുജറാത്ത് ആകുമ്പോഴത്തേക്ക് ഹിന്ദു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ രാഷ്ട്രീയ പക, കാരണം ഇയാൾ TMCയും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പകയൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി ചെന്നിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, എനിക്ക് ഈ 57,270 അല്ല, 720 രൂപയല്ല, അല്ല 57,270 രൂപയല്ല, ഞാൻ നിലവിലെ മാർക്കറ്റ് വില തന്നേക്കാം എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു പറ്റത്തില്ല, ഇയാൾക്ക് ഈ വസ്തുവിൽ അവകാശമില്ല. ഇയാൾ ആ വസ്തുവിൽ എൻക്രോച്ച്മെൻറ്റ് നടത്തി, കൈയേറ്റം നടത്തി. അതുമാത്രമല്ല, ഒരു ന്യായവുമില്ലാതെ ചുമ്മാ ഒരു വില വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചു. നാട്ടിലുള്ള വിലയുമായി പരിഗണിക്കുമ്പോൾ തുച്ഛമായ ഒരു വില പരിഗണിച്ചിട്ട് അത് പബ്ലിക് ഓപ്ഷൻ ഇല്ലാതെ ഇയാൾക്ക് മാത്രമായിട്ട് തന്നില്ല. ഏലം വെച്ചിട്ട് കൊടുത്താൽ മനസ്സിലാക്കാം, ബാക്കിയുള്ളവരും വരുമായിരുന്നു. മതിപ്പ് വില 57,270 വെച്ചിട്ട് പിന്നെ ലേലം വിളിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, പത്താനും മാത്രമായിട്ട് വന്നു. ഇത് മൊത്തത്തിൽ ഈ ഇടപാട് തരികയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, ഇയാൾക്ക് മാർക്കറ്റ് വില തരാനും പറ്റത്തില്ല. ഈ ഭൂമി ഉടൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടുത്തെ നിർമ്മിതികളൊക്കെ ബുൾഡോസർ വെച്ചങ്ങ് പൊളിച്ചിട്ട് സാധനം അങ്ങ് പിടിച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാരനും സർവോപരി അതും കൂടി ആയാൽ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ധാരണ ഇപ്പോൾ ഗുജറാത്തിലെ ഹൈക്കോടതി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യൂസഫ് പട്ടാൻ ഇനി കുതിരകളെ വേണമെങ്കിൽ നിലവിലുള്ള പുള്ളിയുടെ വീടിൻ്റെ മുറ്റത്തോ അടുക്കളയുടെ പുറകിൽ എവിടെയെങ്കിലും കെട്ടട്ടെ. അപ്പോൾ പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചില ആളുകൾക്ക് വഖഫ് ചെയ്യുന്നത് പോലെ ഏറ്റെടുക്കാനുള്ളതാണ് എന്നുള്ള ഒരു തീരുമാനത്തിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. യൂസഫ് പട്ടാൻ വലിയ ആദർശം പറയുന്ന ആളാണ്, അല്ലേ? വലിയ 7 മുഴം നീളത്തിൽ വർത്തമാനം പറയും. പക്ഷേ കയ്യിലിരിപ്പ് എന്താണ്? കണ്ണായ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ കണ്ടാൽ കൈയേറി സ്വന്തമാക്കുക, എന്നിട്ട് എനിക്ക് അവകാശപ്പെട്ടതാണ്, അത് എനിക്ക് നിഷേധിക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്ന് പറയുക. അതിൻ്റെ മണ്ടയ്ക്ക് ഹൈക്കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു അടിയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല. 4 ദിവസം മുമ്പ് സംഭവിച്ച വാർത്തയാണ്. കാരണം എന്താ കൊടുക്കാത്തത്? യൂസഫ് പട്ടാനാണ്, സർവോപരി ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.